ഏവർക്കും മൈ ആസ്ട്രോപിന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. 2026 ഏപ്രിൽ 24 പുലർച്ചെ 2:30 ചൊവ്വ രേവതി നക്ഷത്രത്തിൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഗ്രഹചലനങ്ങളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് ഉണ്ടാവാനായിട്ട് പോകുന്നത്. അപ്പോൾ ജ്യോതിഷ ശാസ്ത്രത്തിൽ ചൊവ്വയെ ധൈര്യം, ഊർജം, ശക്തി എന്നിവയുടെ ഒക്കെ പ്രതീകമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഈ നക്ഷത്രമാറ്റമുണ്ടല്ലോ, ഞാൻ പറയാൻ പോകുന്ന ചില രാശിക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അനുകൂല ഫലങ്ങൾ നൽകാനുള്ളൊരു സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. ഈ സമയത്ത് ഏത് രാശിക്കാർക്കാണ് ഈ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നു എന്ന് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ അധ്യായത്തിൽ കൂടി പരിശോധിക്കാം. മേടം, മിഥുനം, ചിങ്ങം, വൃശ്ചികം ഈ 4 രാശിയാണ് പ്രത്യേകമായിട്ട് ഭാഗ്യഫലം അനുഭവിക്കാനായിട്ട് പോകുന്നത്. നമുക്കാദ്യം മേടം രാശി തന്നെ പരിശോധിക്കാം. ഈ സംക്രമണം ഉണ്ടല്ലോ, മേടം രാശിക്കാർക്ക് പുതിയ അവസരങ്ങളിലേക്ക് വഴി തെളിയിക്കുന്ന ഒരു കാലമായിട്ടാണ് മാറുക. ദീർഘകാലമായിട്ട് കാത്തിരുന്ന ആഗ്രഹങ്ങളൊക്കെ സഫലമാകാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. കൂടാതെ അടുത്ത സുഹൃത്തുക്കളുടെ പിന്തുണ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുതൽ ശക്തമാക്കും. പുതിയ സാമ്പത്തിക അവസരങ്ങൾ ഉദിക്കാനുള്ള ഒരു സാധ്യത തന്നെ കാണുന്നുണ്ട്. ഇത് വരുമാന വർധനവിന് വഴിയൊരുക്കും. എന്നാൽ നിക്ഷേപങ്ങളോ ധനകാര്യങ്ങളോ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് പ്രധാന തീരുമാനങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ജോലി സ്ഥലത്ത് ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടിയിരിക്കും. ഇത് നിങ്ങളുടെ ഭാവിയിലുള്ള ഒരു ഉയർച്ചയ്ക്കും സ്ഥാനക്കയറ്റത്തിനും വഴിവെക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അടുത്തത് ചിങ്ങം രാശിയാണ്. ഈ കാലഘട്ടം ഉണ്ടല്ലോ, ചിങ്ങരാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വിജയവും ആത്മവിശ്വാസവും നിറഞ്ഞതായിട്ടായിരിക്കും മാറുക. അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ സാമ്പത്തിക നിലയെ കൂടുതൽ ശക്തമാക്കും. നിങ്ങളുടെ ചിന്താഗതിയിൽ കൂടുതൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. അതിലൂടെ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ജോലി സ്ഥലത്ത് നിങ്ങളുടെ പേര്, പ്രശസ്തി ഇവയൊക്കെ ഉയരും. പദവിയിലും മാന്യതയിലും ഒക്കെ വർധനവുണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ നടത്തിയ കഠിനാധ്വാനത്തിന് യഥാർത്ഥ ഫലം ഈ സമയത്താണ് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കാനുമായിട്ട് പോകുന്നത്. അടുത്തത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാർക്ക് ഈ സംക്രമണം ഉണ്ടല്ലോ, ആശ്വാസവും വിജയവും ഒരുപോലെ നൽകുന്ന ഒരു കാലമായിട്ടാണ് മാറുക. ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാവുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യുന്നതിലൂടെ പഴയ ബാധ്യതകൾ കുറക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. എതിരാളികളെ മറികടക്കാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ജോലി സ്ഥലത്ത് നീണ്ടു നിന്നിരുന്ന പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ പരിഹാരത്തിലേക്ക് നീങ്ങി തുടങ്ങും. ബിസിനസ്സിൽ വലിയ നേട്ടങ്ങളോ പുതിയ കരാറുകളോ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും ഈ സമയത്ത് ശക്തമായിട്ട് കാണുന്നുണ്ട്. അടുത്തത് മിഥുന രാശിയാണ്. ഈ മാറ്റം ഉണ്ടല്ലോ, കരിയറിൽ ഒരു പുതുജീവനവും ഉണർവും നൽകുന്ന സമയമായിട്ടാണ് മാറുക. ജോലിയിൽ പുതിയ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കൂടാതെ പ്രധാനപ്പെട്ട ബിസിനസ് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യവും നിങ്ങൾക്ക് ഉണ്ടാകാം. നിങ്ങളുടെ കഠിനാധ്വാനം ഫലപ്രദമാവുകയും അതിലൂടെ ബഹുമാനവും സ്ഥാനമാനവും ഉയരുകയും ചെയ്യുന്ന ഒരു സമയമാണ് വരാനിരിക്കുന്നത്. സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ ലഭിക്കുന്നതിന് അല്ലെങ്കിൽ മുടങ്ങിയിരുന്ന കാര്യങ്ങളെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഒരു നല്ല ഉചിതമായ ഒരു സമയമാണ് വരാനിരിക്കുന്നത്. ഇന്നത്തെ കൊച്ചധ്യായം ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.